Question number 16. Yes, it's a question from electromagnetic waves. Due to presence of electromagnetic wave whose electric component is given by is equal to 100 sin omega t minus kx. A cylinder of length 200 centimeter holds certain amount of electromagnetic energy inside it. If another cylinder of same length but half the diameter than the previous one holds same amount of electromagnetic energy, then magnitude of the electric field of the corresponding EM wave should be. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ആദ്യത്തതിൻ്റെ എനർജിയും രണ്ടാമത്തതിൻ്റെ എനർജി ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമുക്ക് അത് കൊടുക്കാം. ഇ ഈക്വൽ ടു ഇ ഡാഷ് ആണ്. ഈസ് ഈക്വൽ ടു ഇ ഡാഷ്. ഓക്കെ, വോളിയത്തിൽ മാത്രമാണ് ചേഞ്ച് അല്ലേ. ലെങ്ത്ത് ഡയമീറ്ററിലാണ് ചേഞ്ച് എന്ന് വെച്ചാൽ ഇൻ ഷോർട്ട് വോളിയത്തിലാണ് ചേഞ്ച്. അപ്പോൾ നമുക്ക് എനർജി ഡെൻസിറ്റിൻ്റെ ടേമിൽ എഴുതാം. അപ്പോൾ എനർജി ഡെൻസിറ്റി ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ വോളിയം എത്ര പൈ ആർ സ്ക്വയർ എൽ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ ഡാഷ് സ്ക്വയർ ഇൻറ്റു പൈ. ഡയമീറ്റർ പകുതിയാകുമ്പോൾ റേഡിയസും ഹാഫ് ആവും. That is r by 2 the whole square into L. Yes, ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്താൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ഇ സ്ക്വയർ. അവിടെ ആരാ? ഇ ഡാഷ് സ്ക്വയർ ബൈ 4. ഓർ യു ക്യാൻ റൈറ്റ് ഇ ഈക്വൽ ടു ഇ ഡാഷ് ഡിവൈഡഡ് ബൈ 2. ഓർ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു 2e, ദാറ്റ് ഈസ് 2 ഇൻറ്റു 100. 200 എന്ന് നിങ്ങൾക്ക് ഇ മാത്സ് കിട്ടും. ഇ മാത്സ്. Therefore the answer is option 2 is correct. 200 sin omega t minus kx is the right answer.